എൻ ഇനിയ തമിഴ് മക്കളെ. ഇത് കേട്ടാൽ തമിഴ് ജനത ഒന്ന് തിരിഞ്ഞു നോക്കും. അവർ സന്തോഷിക്കും, അവർ കൈയടിക്കും, അവർ ആഹ്ലാദത്തോടെ ഓടിയെത്തും. ഇന്ത്യൻ സിനിമയിലെ 6ഓളം ദേശീയ പുരസ്കാരങ്ങൾ നേടി, ഒട്ടനവധി സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി, മനോഹരങ്ങളായ കാവ്യാത്മകമായ ചലച്ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഭാരതി രാജയുടെ വാക്കുകളാണ് എൻ ഇനിയ തമിഴ് മക്കളെ. ഒരു സാധാരണ കുടുംബത്തിൽ തേനിയിലെ അല്ലി നഗരമെന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ സാധാരണ ജനങ്ങൾ ജനിച്ച് വളർന്ന് കർഷകരായും കൂലിപ്പണിയുമൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഇന്ത്യൻ സിനിമയിലേക്ക് വളർന്നു വന്ന തമിഴ് സിനിമയുടെ ഭാരതി രാജ ജനിക്കുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിന് മുന്നിൽ പകച്ചു നിന്നില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിൽ സിനിമയായിരുന്നു. ഈ സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എങ്ങനെ ചേക്കേറി എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ശ്രീമാൻ ശിവാജി ഗണേശനാണ്. തൻ്റെ ഗ്രാമത്തിലെ ആ പഴയ ഓലക്കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന സിനിമാ തിയേറ്ററിൽ നിന്നും, അന്ന് സിനിമാ തിയേറ്റർ എന്നല്ല പറയുന്നത്, ഓലക്കൊട്ടക, ഈ ഓലക്കൊട്ടകയിൽ നിന്നും സിനിമ കണ്ട ഭാരതി രാജ കുഞ്ഞുനാളിൽ തന്നെ സിനിമയിൽ വളരെ തൽപരനായിരുന്നു. 1952 അദ്ദേഹം സിനിമയെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സിനിമ ഓടിക്കയറുന്നത്. ഈ സിനിമ മനസ്സിലേക്ക് ചേക്കേറിയ നാൾ മുതൽ എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹവും മോഹവും ഒരു തപസ്യയാക്കി ഭാരതി രാജ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്രാമത്തിലേക്ക് ഒരു സംഗീത പ്രോഗ്രാമുമായിട്ട് ഒരു ടീം എത്തുന്നു, ഒരു സംഘം എത്തുന്നു. അത് ആരുടെ സംഘമാണ്? നമ്മുടെ എക്കാലത്തെയും ഇന്ത്യയിലെ ഇത്രത്തോളം നല്ല മെലഡികൾ ചെയ്ത് സംഗീത ആസ്വാദകരെ ഹരം പിടിപ്പിച്ചിട്ടുള്ള മഹാനായ ഇളയരാജ. ഇളയരാജ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, അവരോടൊപ്പം അന്ന് വളരെ വലിയ വില കൊടുത്ത് ഇൻസ്ട്രുമെന്റുകൾ, സംഗീത ഉപകരണങ്ങൾ വാങ്ങാൻ സാമ്പത്തികമില്ല, കാശില്ല. അതുകൊണ്ട് കട്ടിയുള്ള കമ്പികൾ വലിച്ചു കെട്ടി അതിൽ അലുമിനിയം ലോഹദണ്ഡ് കൊണ്ട് ശബ്ദമുണ്ടാക്കി സംഗീതം പുറപ്പെടുവിക്കുന്ന ഇളയരാജയെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഭാരതി രാജ. എങ്ങനെയെങ്കിലും അവർക്ക് ചെന്നൈയിലേക്ക് എത്തണം. കാരണം സിനിമാ പട്ടണം എന്ന് പറയുന്നത് മദ്രാസാണ്. ആ സിനിമാ പട്ടണത്തിൽ എത്തിച്ചേരുക എന്നതായിരുന്നു ചിന്നസ്വാമി എന്ന ഭാരതി രാജയുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം മദുരാശി എന്ന് പറയുന്നത് ആ ചെറിയ ഗ്രാമത്തിലെ ചിന്നസ്വാമി എന്ന് പറയുന്ന ആ കുട്ടിക്ക് കൈയെത്താവുന്നതിനപ്പുറമുള്ള ദൂരത്തായിരുന്നു എന്ന് നമുക്ക് പറയാം. 2004 ഭാരതി രാജയെ പത്മശ്രീ നൽകി ഇന്ത്യ ഗവൺമെന്റ് ആദരിച്ചു. ഈ പത്മശ്രീ എന്ന് പറയുന്ന തലത്തിലേക്ക് അദ്ദേഹം എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സിനിമ, ആ തനി ഗ്രാമത്തിൽ നിന്നുണ്ടായ തരത്തിലുള്ള ഒട്ടനവധി കഥകൾ നമ്മൾ കണ്ടു. വളരെ മികച്ച പാട്ടുകളുള്ള സിനിമകൾ നമ്മൾ കണ്ടു. ഭാരതി രാജയെ പ്രശസ്തനാക്കിയ, അല്ലെങ്കിൽ ഭാരതി രാജയ്ക്ക് സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്ത ചിത്രങ്ങൾ ഇവയൊക്കെയാണ്.
തമിഴ് സിനിമയുടെ ദിശ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു 16 വയതിനില്ലേ. നമുക്കറിയാം, കമൽഹാസൻ അന്ന് വളരെ ചെറിയ പ്രതിഫലം 30,000 രൂപയാണ് കമൽഹാസൻ്റെ പ്രതിഫലം. അന്ന് കമൽഹാസന് 30,000 രൂപയും ശ്രീദേവിക്ക് 8,000 രൂപയും സാക്ഷാൽ രജനികാന്തിന് 3,000 രൂപയുമാണ് അന്നത്തെ സാലറി. കേൾക്കുമ്പോൾ നമുക്കൊരു രസം തോന്നുന്നല്ലേ. കാരണം കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഇവരൊക്കെ അന്ന് വാങ്ങിയിരുന്ന പ്രതിഫലം 30,000-ഉം 7,000-ഉം 5,000 രൂപയൊക്കെയാണ്. രജനീകാന്ത് 5,000 രൂപയൊക്കെ പ്രതിഫലം വാങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു വളരെ വലിയൊരു കൗതുകമായിട്ട് തോന്നും. അപ്പോൾ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിക്കൊടുത്ത സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, ജാനകിയമ്മയ്ക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിക്കൊടുത്ത സിനിമയായിരുന്നു ഈ പറഞ്ഞ 16 വയതിനിലെ എന്ന് പറയുന്ന സിനിമ. 1977 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച 16 വയതിനിലെ എന്ന് പറയുന്ന ഈ സിനിമ 1 വർഷത്തിലധികം തമിഴ്നാട്ടിലെ വിവിധ തിയേറ്ററുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. സംവിധായകൻ താരമാവുക, ആ താരത്തെ പിൻപറ്റി തമിഴ്നാട് ഗ്രാമങ്ങളിൽ നിന്ന് സംവിധാന സ്വപ്നങ്ങളുമായി ചെറുപ്പക്കാർ മദിരാശിയിലേക്ക് വണ്ടി കയറി തുടങ്ങിയ കാലമായിരുന്നു ഈ പുതിയ സിനിമകൾ സംഭവിച്ചു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ. ഇതിനോടകം തന്നെ ഭാരതി രാജ തമിഴ് സിനിമയിലെ ഒരു വളരെ പ്രബലനായ സംവിധായകനായി മാറിക്കഴിഞ്ഞു. നിരവധി താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭാരതി രാജയുടെ സംഭവ ബഹുലമായ ജീവിത കഥകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇനി വരുന്ന ചില എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാം. നമ്മെ വിട്ടുപിരിഞ്ഞ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഭാരതി രാജയുടെ മടക്കയാത്ര, അതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിക്കാം. നന്ദി, നമസ്കാരം.